ശബരിമല ദ്വാരപാലക ശില്പ കേസിലും തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കട്ടളപ്പാളി കേസിലെ അറസ്റ്റിന് പിന്നാലെയാണ് രണ്ടാമത്തെ അറസ്റ്റ്. എസ് ഷീജ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷീജ, കോടതിയുടെ അനുമതി അടക്കം കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. ജയിലിൽ തുടരുന്ന സാഹചര്യത്തിൽ ജയിലിലെത്തി തന്നെയാകും അന്വേഷണ സംഘം നടപടികൾ പൂർത്തിയാക്കിയതല്ലേ? തീർച്ചയായും മസൂദ്, ഏതായാലും ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ആദ്യം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നത് കട്ടളപ്പാളി കേസിലായിരുന്നു. ആ കേസിലാണ് നിലവിൽ ഇപ്പോൾ റിമാൻഡിൽ തുടരുന്നത്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് തന്ത്രി നിലവിൽ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചു തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ദ്വാരപാലക ശില്പ കേസിലാണ് നിലവിൽ ഇപ്പോൾ രണ്ടാമത്തെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോടതിയുടെ അനുമതി വാങ്ങി ഈ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലെത്തിയാണ് അറസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും ഇതിന്റെ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മൗനാനുവാദം നൽകി എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും തന്ത്രിക്കെതിരായിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ കേസിലെ മുഖ്യപ്രതിക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യവും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അസിത, ശരി. ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് രണ്ട് കേസിലും ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എസ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.